Come, let's walk together with Hridya's Wonderland. നമസ്കാരം. ഇന്നൊരു പെയിൻറ്റിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടും വരയ്ക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ്. ആകെ അറിയേണ്ടത് ബ്രഷ് പിടിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിനായിട്ട് ഞാനൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം യെല്ലോയാണ് ഞാൻ കോമ്പിനേഷനായിട്ട് കരുതുന്നത്. അപ്പോൾ ഈ പെയിൻറ്റ് കുറച്ച് ഹാർഡായിരുന്നു, അത് കാരണം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് യെല്ലോ കളറാണ്. യെല്ലോ കളറും കുറച്ച് വെള്ളം ചേർത്ത് ഇതിനടുത്തായിട്ട് തന്നെയാണ് ഞാൻ യെല്ലോ കളർ വച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ ഒരു മെത്തേഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. ഇത്രയും വീതിയുള്ള ബ്രഷാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. തുടക്കത്തിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് കളറിൻ്റെ മുകളിൽ കൂടി ബ്രഷ് മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്രഷിലേക്ക് പെയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുമ്പോൾ കണ്ടോ, രണ്ട് ഷെയ്ഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നേരെ ക്യാൻവാസ് ബോർഡിൽ വരച്ചു കൊടുക്കാം. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടൊരു വര, പിന്നെ സൈഡിലൊരു വര. നമ്മൾ ഈ ഒന്ന് കോമ ഇതൊക്കെ ഇടാനൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ബ്രഷ് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ ഭംഗിയുള്ള പൂവായിട്ട് വരും. ഈ ക്യാൻവാസ് ബോർഡിൻ്റെ പ്രത്യേകത, ഇത് സാധാരണ വൈറ്റ് ക്യാൻവാസ് ബോർഡ് തന്നെയായിരുന്നു. പക്ഷേ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ട് ബാക്കി കുറേ പെയിൻറ്റ് മിക്സ് ആയപ്പോൾ ഈ ഒരു കളറ് കിട്ടിയപ്പോൾ ബാക്കി അത് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് അതിനെടുത്ത് ഈ ക്യാൻവാസ് ബോർഡിൽ അപ്ലൈ ചെയ്തതാണ്. നമുക്കിഷ്ടമുള്ള കളർ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് ബോർഡിൽ തന്നെയും ചെയ്യാം. ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് കുറച്ച് പെയിൻ്റ് എടുത്താക്കിയിട്ട് രണ്ട് ഷെയ്ഡ് ഒരുപോലെ ആക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് പെയിൻറ്റ് ബ്രഷിലാക്കി അങ്ങനെയും ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ നമുക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തും നമുക്ക് പഠിക്കാനും ചെയ്യാനും പറ്റുള്ളൂ. ഇത് പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂറലൊക്കെ പഠിക്കാം. മ്യൂറലിൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഫുൾ വീഡിയോസ് ഇടണമെങ്കിൽ കുറേ ലെങ്തിയാണ്, അതുകൊണ്ട് ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുന്നത്. ഇതും പ്രയാസമായിട്ട് തോന്നുന്നവർ വേറൊരു വഴി പരീക്ഷിക്കാം. അതായത് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചില്ലേ രണ്ട് ബ്രഷ്, അത് കയ്യിലോട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ മുകളിൽ രണ്ട് കളറും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ധൈര്യമായിട്ട് വരച്ചോളൂ. കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡായി പോകുന്നോ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് വന്നില്ലെന്നുള്ള വിഷമം വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചെടുക്കണം. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളറ് ബ്ലെൻഡായി പോകാതിരിക്കാനായിട്ടാണ്. ബ്രഷ് നല്ല ക്ലീനായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ പൂവെല്ലാമായി. ഇനി നമുക്ക് കുറച്ച് ഇല വരച്ചു കൊടുക്കാം. ഇലയ്ക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീനും അതുപോലെ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനത്തെ ഇല വേണോ നമുക്ക് വരയ്ക്കാം. രണ്ട് ഷെയ്ഡിലുള്ളത് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം, അല്ലാതെ സാധാരണ ഇതുപോലത്തെ ഒരു ഇലയായാലും മതി.
നല്ല കളർ കോമ്പിനേഷനിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്കിതുപോലെ വളരെ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം അക്ഷരം എഴുതാൻ അറിയുന്ന നമുക്കൊക്കെ അങ്ങനെയുള്ള ആ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇലകളും പൂക്കളും ഒക്കെ വരയ്ക്കാൻ സാധിക്കും. വരയ്ക്കാൻ അറിയില്ല എന്നുള്ള ഭയവും വിഷമവും ഒന്നും ഇനി ആർക്കും വേണ്ട. ഇനി നമുക്ക് അവിടെ അവിടെയായിട്ട് കുറച്ച് വെള്ള പൂക്കളും കൂടി വരച്ച് ഭംഗിയാക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പൂർത്തിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായും സമാധാനമായിരിക്കുക. നന്ദി, നമസ്കാരം.